നിയമമണ്ഡലത്തിലെ വികസനവും പുരോഗതിയും ആഗ്രഹിക്കുന്ന മുതിർന്ന പൗരപ്രമുഖരും പഴയകാല സംഘടനാ പ്രവർത്തകരും ഒത്തുചേരുന്നു. നേമത്തെ ഇന്ത്യ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുകയാണ്. തത്സമയം ബിജെപിന്റെ കോർപ്പറേഷനാണ്. ഇനി MLA ബിജെപിന്റെ വന്നാൽ നമുക്ക് 1000 കണക്കിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ടാണ് ഇതൊരു മസ്റ്റ് വിൻ ഇലക്ഷനായിട്ട് പാർട്ടി കാണുന്നത്. എന്നെ ജയിപ്പിക്കാനല്ല, BJP NDAനെ ജയിപ്പിക്കാനും നിയമത്തിനെ ജയിപ്പിക്കാനും ഈ ഞങ്ങളൊരു വികസിത തിരുവനന്തപുരം, വികസിത കേരളം എന്ന സ്വപ്നം അതിനെ ജയിപ്പിക്കാനാണ് ഈ ഒരു ഇലക്ഷൻ. ഈ ഇലക്ഷനിൽ എനിക്കൊരു സംശയമില്ല, BJP NDA ഒരു സീറ്റിനോ 2 സീറ്റിനോ എല്ലാം മത്സരിക്കുന്നത്. നല്ല സീറ്റ്, അപ്രതീക്ഷിതമായ സീറ്റിൽ ജനങ്ങൾ BJP NDAനെ ജയിപ്പിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഡൽഹിയിൽ ചെയ്യുന്ന ഒരു സാമ്പിൾ സർവേ എല്ലാം ചെയ്യുമ്പോൾ അവരെന്നെ പറയുന്നു, ഒരു നല്ലൊരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ആണ് ഇപ്പോൾ ജനങ്ങൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇവിടെ ഒരു പ്രചരണം നടത്തുന്നുണ്ട് നമ്മുടെ സഖാവ്. ഞാനൊരു മുതലാളിയാണ്, വ്യവസായിയാണ്, കോർപ്പറേറ്റാണ്, മുൻകൊടുക്കാൻ അറിയില്ല, മലയാളം അറിയില്ല, ചോറ് കഴിക്കാൻ അറിയില്ല. ഇതെല്ലാം ഓക്കെ, ഇതെല്ലാം പോളിറ്റിക്സാണ്. പക്ഷേ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ മുൻകൊടുക്കാൻ അറിയാം, മലയാളം അറിയാം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാനൊരു അധ്വാനിക്കുന്ന വ്യക്തിയാണ്. 365 ദിവസം 24 മണിക്കൂർ ഞാൻ ഉണ്ടാവും, കൂടെ ഉണ്ടാവും, നിയമനിവാസികളുടെ ഒപ്പം ഉണ്ടാവും. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞാൻ രാഷ്ട്രീയം ചെയ്യുന്നത്, ഇതുവരെ ചെയ്തത്, ഇനിയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഞാൻ വ്യവസായി ആയിരുന്നു, മുതലാളി ആയിരുന്നു. ഇന്ന് ഞാൻ 20 കൊല്ലം പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവസാനം എന്നെക്കുറിച്ച് ഞാൻ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കുന്നവരെ ഞാനത് വിടില്ല. അത് സ്വഭാവമാണ്, എൻ്റെ DNA ആണ്. അപ്പോൾ വികസിത നിയമം, വികസിത തിരുവനന്തപുരം, വികസിത കേരളം ഞാൻ ഏറ്റെടുത്തു, പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങളത് പൂർത്തീകരിച്ചത് മാത്രമേ ഇനി റെസ്റ്റ് ചെയ്യുള്ളൂ. എല്ലാവരും അനുഗ്രഹവും അതുമാത്രമല്ല പിന്തുണയും ആക്റ്റീവ് സപ്പോർട്ട് ഈ ഇലക്ഷൻ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പാർട്ടീനെ ജയിപ്പിക്കണം, പാർട്ടീനെയും നമ്മുടെ ഐഡിയോളജീനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. അത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.